2016 മുതലാണ് ഞാൻ ഈ എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങിയത്. എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് എൻ്റെ ജീവിത പങ്കാളി എന്നോട് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ, ഒരു ഗവൺമെൻറ് സർവീസിലേക്ക് പ്രവേശിക്കുക എന്നത്. അപ്പോൾ കുറച്ച് ടഫുള്ള കാര്യമായിരുന്നു, കാരണം എൻ്റെ ഡ്രീം അതല്ലായിരുന്നു. അപ്പം നമ്മുടെ പ്ലാനിൽ നിന്ന് വേറൊരു പ്ലാനിലോട്ട് പോകുമ്പോൾ കുറച്ച് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇഷ്ടമില്ലാതെ ആദ്യകാലങ്ങളിലൊക്കെയാണ് പോയി പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് വയനാട്ടിലോട്ട് പോകാൻ, ഹസ്ബൻഡ് ഗവൺമെൻറ് സർവീസിൽ പ്രവേശിച്ചിട്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ട് വയനാട്ടിലോട്ട് പോയി. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ തുടങ്ങി. ഒരു 1 ഇയർ 2017 തൊട്ട് 2018 വരെ ഞാൻ പഠിച്ചു. പക്ഷേ പഠിച്ചാലും നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി, ഒരു ഇതുപോലെ സ്റ്റേറ്റ് PSCയുടെ എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ അത്രയും ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് പഠിക്കണം. പക്ഷെ അതുവരെ എത്തിയില്ല, എനിക്ക് ആ എക്സാം കിട്ടിയില്ല. പക്ഷേ ആ എക്സാം കിട്ടാത്തതിന് വീട്ടിൽ വന്ന് വളരെയധികം ഭാരത്തോടെ എൻ്റെ ഫാദറിനോയുടെ മുന്നിലും ഹസ്ബൻഡിൻ്റെ മുന്നിലും ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്ത് പഠിച്ചൊരു എക്സാം ആയിരുന്നു. പക്ഷേ ഞാൻ അതിലൊരു തോൽവി നേരിട്ടു. പക്ഷേ ആ സമയത്തൊന്നും ഈശോപ്പയ്ക്ക് സ്ഥാനം കൊടുത്തല്ല ഞാൻ പഠിച്ചത്. പോകും, പ്രാർത്ഥിക്കും, എന്നാലും ഒരു ദൈവിക സ്നേഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിനുശേഷം 2018 പ്രഗ്നൻ്റ് ആയി. പിന്നെ ആ ഒരു വർഷം ഞാൻ പഠിച്ചതേയില്ല. പിന്നെ 19 മുതൽ 21 വരെ കോവിഡ് ആയിരുന്നു. ആ സമയത്ത് നമ്മളെല്ലാവരും വീട്ടിലായിരുന്നല്ലോ. ആ സമയത്ത് നമ്മൾ ചർച്ചും എല്ലാം അടഞ്ഞു. എന്തോ ദൈവത്തിൽ നിന്നുള്ള കണക്ഷൻ ഫുള്ള് നഷ്ടപ്പെട്ട് PSCയും അവരുടെ എക്സാം സ്ട്രാറ്റജി അങ്ങ് മാറ്റി. പ്രിലിമിനറി മെയിൻസ് അങ്ങനെ രണ്ട് എക്സാം കൊണ്ടുവന്നു. ആദ്യത്തെ എക്സാം പാസ്സായി അവരൊരു കട്ട് ഓഫ് വയ്ക്കും. ആ എക്സാമിൽ പാസ്സായാൽ മാത്രമേ നമുക്ക് മെയിൻസ് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി പഠിച്ചു. അതിനുവേണ്ടി ആദ്യത്തെ പരീക്ഷയായിരുന്നു നടത്തുന്നത്. LDC ആയിരുന്നു ആ എക്സാം. ആ എക്സാമിന് വേണ്ടി ഞാൻ പഠിച്ചു. പ്രിലിമിനറി പാസ്സായി, നല്ല മാർക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിശ്വസിച്ചത് എനിക്കിതൊക്കെ നിസ്സാരമായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ കഴിവിലാണ് വിശ്വസിച്ചത്, നിസ്സാരമായിട്ട് സാധിക്കും. പിന്നെ എല്ലാം മാറ്റിവെച്ചു. ബൈബിൾ വായിക്കും ജസ്റ്റ് ഒന്ന്, കർത്താവിനെ മാറ്റിവെച്ചു, പള്ളിയിൽ പോക്ക് മാറ്റിവെച്ചു. ആ സമയത്തും കൂടി ഞാൻ പഠിച്ചു. 2021 എക്സാം വന്നു, ഫുൾ ഫ്ലോപ്പായിരുന്നു. ഞാൻ ആ ലിസ്റ്റിൻ്റെ അറ്റത്ത് പോലും വന്നിട്ടില്ല. 2022 ജാനുവരിയിലാണ് ഞാൻ ക്രൈസ്റ്റ് ആർമിയിൽ വന്നത്. ആ സമയത്ത് ആദ്യകാലങ്ങളിൽ പ്രാർത്ഥനയിലോട്ട് കടന്ന് വന്നുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളായിരുന്നു. എന്നാലും ആ സമയത്ത് ഇവിടെ വന്നപ്പോൾ ആർക്കും വലിയ താല്പര്യങ്ങളൊന്നുമില്ലായിരുന്നു എൻ്റെ വീട്ടിൽ ആർക്കും. അപ്പോൾ അവർ പറഞ്ഞത് പുതിയ പള്ളിയിൽ പോകുന്നത് ജോലി കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും പുതിയ ചർച്ചിലോട്ടൊക്കെ പോകുന്നത് എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ ആ സമയത്ത് ഒന്നും മിണ്ടിയില്ല. മനസ്സിലുള്ളിൽ ഒതുക്കി വെച്ചിട്ട് ഞാൻ വീണ്ടും വന്ന് ഇവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2022 ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുകയായിരുന്നു. പ്രിലിമിനറി എക്സാമിൻ്റെ സമയമായിരുന്നു. ഞാനിപ്പോൾ ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിച്ച പ്രിലിമിനറി എക്സാമിൻ്റെ സമയമായിരുന്നു. ആ സമയത്ത് ഞാൻ വിചാരിച്ചു, കാരണം 2 വീക്സേ ഉണ്ടായിരുന്നുള്ളൂ. ബ്രദർ പറഞ്ഞു, എൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, പോണ്ട, ക്ലാസ്സിന് പോണ്ട, ഇവിടെ വന്നിരുന്ന് ആരാധിച്ചോളാൻ പറഞ്ഞു. ഫസ്റ്റ് ഡേ വന്നു, പക്ഷെ പിറ്റേ ഡേ വന്നില്ല. ബ്രദർ അപ്പോഴത്തേക്കും എന്നെ വിളിച്ചു. യേശുപ്പ പറഞ്ഞിട്ടാണ് ഡിജി സിസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ അതനുസരിച്ചു. അതിൽ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ 1 ഡേ മാത്രമേ ഞാൻ മിസ്സാക്കിയുള്ളൂ. ഞാൻ ഇവിടെ വന്നിരുന്നു, ക്ലാസ്സിനൊന്നും പോയില്ല. ഉച്ച കഴിഞ്ഞ് പോവും, അതിനുശേഷം ഞാനിരുന്ന് പഠിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ വൈകിട്ട് ട്യൂഷൻ എടുക്കാനും പോവും. കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ പഠിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് 1 വീക്ക് എൻ്റെ മോന് നല്ല പനിയും ശ്വാസം മുട്ടലും ഒക്കെ ആയിരുന്നു. ഫുൾ ഹോസ്പിറ്റലായിരുന്നു. ഒരു ദിവസമേ എനിക്ക് റിവിഷൻ ചെയ്യാൻ സമയം കിട്ടിയോളൂ. ഞാനത് പഠിച്ചു, പരീക്ഷ എഴുതി. എല്ലാവർക്കും അത്യാവശ്യം നല്ല എളുപ്പമുണ്ട്. ഞങ്ങളുടെ എക്സാം കുറച്ച് ടഫായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒത്തിരിയേറെ ഉണ്ടായിരുന്നു. ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. കട്ട് ഓഫ് വന്നപ്പോൾ നല്ല ഹൈ റേഞ്ച് ആയിരുന്നു കട്ട് ഓഫ്. 2 എക്സാമിന് 80ഉം ഈ എക്സാമിന് 75ഉം ആയിരുന്നു. പക്ഷെ അത്ഭുതമെന്ന് പറയട്ടെ, പ്രിലിമിനറി എക്സാമിൻ്റെ എല്ലാ ലിസ്റ്റിലും എനിക്ക് പേരുണ്ടായിരുന്നു. 80ന് മേലെ ഉണ്ടായിരുന്നു പറഞ്ഞ പലർക്കും ലിസ്റ്റിൽ ഇല്ലാത്തപ്പോൾ എനിക്കുണ്ടായിരുന്നു. എനിക്ക് ആ ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2023 മെയിലായിരുന്നു ഈ എക്സാം നടക്കുന്നത്. 23 നമ്മുടെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയായിരുന്നു. ഞാൻ രാത്രി മാത്രമേ വരത്തുള്ളായിരുന്നു. കാരണം രാവിലെ ക്ലാസ്സിന് പോവും, അത് കഴിഞ്ഞ് വൈകിട്ട് ട്യൂഷൻ എടുക്കും. ഞാനിവിടെ രാത്രി മാത്രമേ വരുന്നു. ബ്രദർ അന്നേരവും എന്നെ വിളിച്ചു, എന്തായാലും ക്ലാസ്സിന് പോകണ്ട, ഇവിടെ വന്നിരുന്ന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. ഞാനത് അനുസരിക്കുകയും ചെയ്തു. 23 മെയിലാണ് ഈ എക്സാം നടക്കുന്നത്. ആ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയപ്പോൾ ബ്രദർ എൻ്റെ തലയിൽ കൈവച്ച് പറഞ്ഞു, ഇതിൽ ഒരു പരീക്ഷ ഡിജി സിസ്റ്ററിന് ഉറപ്പായിട്ടും കിട്ടും. ലോകത്തിൻ്റെ ഏത് ശക്തികൾ എതിർത്താലും ഈ പരീക്ഷ കിട്ടുമെന്ന് പറഞ്ഞു.
ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്ത് എഴുതിയ എക്സാമേ അല്ല. കാരണം ഇതിൽ ഒരുപാട് ബോർഡ്സ് ഉണ്ട്, ബിവറേജ് കോർപ്പറേഷൻ, വാട്ടർ അതോറിറ്റി, അങ്ങനെ ഒത്തിരി ബോർഡ്സ് ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത എക്സാം ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ആ വാഗ്ദത്തെ എടുത്ത് പിന്തള്ളിയിട്ടാണ് മുന്നോട്ട് സഞ്ചരിച്ചത്. അത് ഗോഡ്സിൻ്റെ പ്ലാനായിരുന്നു. ആ പ്ലാനിനെ ഞാൻ മാറ്റിയതിന് ശേഷം ഞാൻ എൻ്റെ പ്ലാനിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചത്. 2024 LD ക്ലർക്ക് പരീക്ഷയുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തു, നല്ലതുപോലെ പഠിച്ചു. പക്ഷേ 23 എഴുതിയ പരീക്ഷാ സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും, എൻ്റെ മോനും ഹസ്ബൻഡിനും ഫാദറിലോ മദറിലോ എല്ലാവർക്കും പനി വന്നു. ആ പരീക്ഷ എഴുതുന്ന സമയത്ത് എനിക്ക് പനി വന്നില്ല. പക്ഷേ 2024 LD ക്ലർക്കിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പരീക്ഷ എഴുതുന്നതിൻ്റെ ഒരിടത്തും പോകത്തില്ലായിരുന്നു. ഇവിടെ പള്ളിയിൽ മാത്രം വരും, പക്ഷെ ആരാധനകളൊന്നും ഞാൻ മുടക്കത്തില്ലായിരുന്നു. സൺഡേ സർവീസിന് വരും, എല്ലാം ചെയ്തു. ആരാധനകളൊന്നും മുടക്കത്തില്ലായിരുന്നു. പക്ഷെ എനിക്ക് നല്ല പനിയുടെ പ്രയാസം വന്നു. ഞാൻ എക്സാം എഴുതി, പക്ഷെ ഞാൻ ആ ലിസ്റ്റിൽ വരുമെന്ന് നല്ല വണ്ണം പ്രതീക്ഷിച്ചു. കാരണം അത്യാവശ്യം നല്ല മാർക്കുണ്ടായിരുന്നു. പക്ഷെ നവംബറിൽ എനിക്ക് LD ക്ലർക്കിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു. പക്ഷേ എനിക്ക് ആ ലിസ്റ്റിൻ്റെ അടുത്ത് പോലും എത്താൻ സാധിച്ചില്ല. ഫുള്ളി ഡ്രോപ്പായി. എൻ്റെ ലൈഫ് എന്തെന്ന് പോലും അറിഞ്ഞൂടാത്ത നിമിഷം, എൻ്റെ ഭാവി എന്തായി പോകുമെന്ന് പറഞ്ഞ് വാഗ്ദത്തങ്ങളൊന്നും എൻ്റെ മുന്നിൽ ഇല്ലാതിരുന്ന നിമിഷങ്ങളിൽ ഏറ്റവും തകർന്ന് ഞാൻ ഇവിടുത്തെ സൺഡേ സർവീസ് അന്ന് മുടക്കിയില്ല. ഞാൻ അവിടെ വന്നിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്താണ് ഇരുന്നത്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. കാരണം 8 വർഷം കൊണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പരീക്ഷയ്ക്ക്. അപ്പോൾ ദൈവപ്രവൃത്തിയുടെ ഗലീല കടൽ എന്നായിരുന്നു ആ ടൈറ്റിലിൻ്റെ പേര്. ബ്രദർ ഇവിടെ നിന്ന് ഇറങ്ങി വന്ന് എൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞ്, യേശോപ്പ എത്രത്തോളം മനസ്സിലാക്കിയെന്നാണ് ഞാൻ അന്നേരം മനസ്സിലാക്കിയത്. അവിടെ വന്ന് എൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞത്, നിനക്കിപ്പോൾ അബദ്ധമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും യേശോപ്പ അതിനെ അത്ഭുതമാക്കി തീർക്കും, നീ കുറിച്ച് വെച്ചോ, പരിശുദ്ധാത്മാവ് ആവർത്തിച്ചു പറയുന്നു എന്ന് പറഞ്ഞു. ഏറ്റവും തകർന്നിരുന്ന നിമിഷമാണ്. കാരണം എല്ലാവരും എക്സ്പെക്ട് ചെയ്ത്, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ എല്ലാവരും നോക്കിക്കണ്ട ഒരു എക്സാം ആയിരുന്നു. എല്ലാം മാറ്റിവെച്ചിട്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തൊരു എക്സാം ആയിരുന്നു. അന്നേരം ബ്രദർ പറഞ്ഞ വാഗ്ദത്തെ ഞാൻ വിശ്വസിച്ചു. അത് കഴിഞ്ഞുള്ള എല്ലാ വെനസ്ഡേ ഫേവേഴ്സിനും ഞാൻ മുടക്കം കൂടാതെ ഞാൻ അറ്റൻഡ് ചെയ്തു. ഒരു മുടക്കവും വന്നില്ല. 25 ക്രിസ്മസ്, അതും ബുധനാഴ്ചയായിരുന്നു. അന്നേരം എല്ലാവരും വീട്ടിൽ നിൽക്കുന്ന ദിവസമായിരുന്നു. പക്ഷേ അതും കൂടാതെ ഞാൻ വന്ന് ഏറ്റവും ഭാരപ്പെട്ട് ഇവിടെ ബാലരാമപുരത്ത് വന്നപ്പോൾ അവിടെ ഉണ്ട്, KSFE ഉണ്ട്, ബിവറേജസും ഉണ്ടായിരുന്നു. അപ്പോൾ ബിവറേജസ് കോർപ്പറേഷനിൽ നമുക്ക് ഈ ബോർഡിൽ വരും. അപ്പോൾ ഞാൻ അതിനെ നോക്കി യേശോപ്പായോട് എപ്പോഴും ടോക്ക് ചെയ്തുകൊണ്ടിരിക്കും. കർത്താവെ, ഇങ്ങനെ വിഷമിച്ച് ഏറ്റവും തലകുനിച്ച് വന്നപ്പോൾ, ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ കർത്താവ് എന്നെ KSFEയുടെ ബോർഡാണ് എന്നെ കാണിച്ചു തന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി. ഇവിടെ വന്നപ്പോൾ അന്നത്തെ മെസ്സേജും അതുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി. യേശോപ്പ എന്നെ കാണിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ ഏപ്രിൽ 1 മുതൽ ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് അറ്റൻഡ് ചെയ്തു. ഏറ്റവും ഭാരപ്പെട്ട് പ്രയാസത്തോടെ കയറി. ഒരു വാതിലുകളും എൻ്റെ മുന്നിലില്ല. ഈ വാഗ്ദത്തത്തെ ഞാൻ അതിനുശേഷമാണ് പരിഗണിക്കുന്നതും ഏറ്റെടുക്കുന്നതും വിശ്വസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമെല്ലാം. ആ വാഗ്ദത്തെ ഞാൻ മുറുകെ പിടിച്ച് വിശ്വാസത്തോടെ മുന്നോട്ട് പോയി. ഏപ്രിൽ 7-ാം തീയതി ഞാനാണ് ആ മെസ്സേജ് ആദ്യം കാണുന്നത്. ഗ്രൂപ്പിൽ പോലും കണ്ടില്ല. ഞാനത് തുറക്കുമ്പോൾ എൻ്റെ പേർക്ക് നേരെ KSFE എന്നുള്ള ബോർഡ് കണ്ടു. ഒരുപാട് വാഗ്ദത്തങ്ങൾ എൻ്റെ പേരിൽ ഉണ്ടായിരുന്നു. പക്ഷേ ബ്രദർ പറഞ്ഞ ആ വാഗ്ദത്തെ തിരസ്കരിച്ച് മുന്നോട്ട് പോയപ്പോഴും ഒരുപാട് പ്രതികൂലങ്ങൾ വന്നു, പ്രതിസന്ധികൾ വന്നു. വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ ഞാൻ വിശ്വസ്തയോടെ കാത്തിരുന്നു. നിന്ദിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു, ഒറ്റപ്പെട്ടു, ജീവിതത്തിലെല്ലാം തോറ്റുപോകുമെന്ന് വിചാരിച്ചു. ഈ 2023 ആ പ്രതിസന്ധിയുടെ മധ്യേ എൻ്റെ വീട്ടിലുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലം ഞാൻ ഒരിക്കൽ ഇവിടെ സാക്ഷി പറഞ്ഞിട്ടുള്ളതാണ്. വീട്ടിൽ ബാങ്കുകാർ പുറത്ത് വന്ന് ജപ്തിയുടെ ബോർഡുമായിട്ട് നിൽക്കുന്ന ആ സമയത്താണ് ഞാൻ പഠിച്ചത്. അവരെടുത്ത് സംസാരിച്ചിട്ട് ഞാൻ ബുക്ക് തുറന്ന് വെച്ച് കരഞ്ഞുകൊണ്ട് പഠിച്ചൊരു എക്സാമാണ്. കണ്ണുനീർ തൂക്കി പഠിച്ചൊരു എക്സാമാണിത്. പക്ഷേ 2024 പഠിച്ച LD ക്ലർക്ക് ഞാൻ കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് പഠിച്ചൊരു എക്സാമാണ്. പക്ഷേ ഏറ്റവും അധികം വേദനിച്ച് പഠിച്ചു, പ്രതിസന്ധിയിലൂടെ കടന്നുപോയി പഠിച്ചൊരു എക്സാമാണ് ഈ ഓഫീസ് അറ്റൻഡ് KSFE എന്ന് പറയുന്നത്. അതിൽ ഏപ്രിൽ 7-ന് വാർത്ത അറിഞ്ഞു. ഞാൻ ബ്രദറിനെ ആദ്യം വിളിച്ചു. ഞാൻ ഏറ്റവും അധികം കരഞ്ഞുകൊണ്ടാണ് ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞത്, ബ്രദർ, എനിക്ക് അഡ്വൈസായി KSFE തന്നെയാണ് എനിക്ക് കിട്ടിയതെന്നത്. ഒട്ടും ഹോപ്പ് പോലും ചെയ്യാത്തൊരു അവസ്ഥയിലൂടെ പിന്നെയും എനിക്ക് കാത്തിരിക്കേണ്ടി വന്നു. 90 ദിവസമാണ് ഞാൻ കാത്തിരുന്നത് അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടുള്ള മൂന്ന് സർവീസുകൾ എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നഷ്ടപ്പെട്ടത് ദൈവം തിരികെ നൽകും, ദൈവം തൃപ്തിപ്പെടുത്തും. അത് കഴിഞ്ഞിട്ട് അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക്. എല്ലാവർക്കും അറിയാം, ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ടാണ് പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചത്. ആ 3 സർവീസും എനിക്കുള്ളതായിരുന്നു എന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റെടുത്താണ് പ്രാർത്ഥിച്ചത്. ഏറ്റവും അധികം വിഷമിച്ച് വേദനയോടെ പ്രാർത്ഥിച്ച നിമിഷങ്ങളായിരുന്നു. അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് പോകുന്ന, അതിന് മുന്നേ ഉള്ള നഷ്ടപ്പെട്ടത് തിരികെ കാഹളം ഊതിക്കൊണ്ട് ദൈവം എന്നെ ആ ജോലിയിലോട്ട് എന്നെ പ്രവേശിപ്പിച്ചു.
എത്ര നന്ദി പറഞ്ഞാലും യേശുപ്പായുടെ അടുത്ത് മതിയാകൂല. ജീവിതത്തിൽ ഒരുപാട് തകർന്നിരുന്ന നിമിഷങ്ങളിൽ എന്നെ ചേർത്ത് പിടിച്ച ഒരു അപ്പായുണ്ട്, എന്നെ കരം ചേർത്ത് പിടിച്ച ഒരു യേശുപ്പനുണ്ട്. ഞങ്ങൾ കുടുംബം വീഴാൻ പോകുന്ന അവസരത്തിൽ താങ്ങി നിർത്തിയ സമയമുണ്ട്. ആ നിന്ദിക്കപ്പെട്ടവരുടെ മുന്നിൽ ഇന്ന് ഞാൻ കരമന ബ്രാഞ്ചിൽ KSF ഓഫീസ് അറ്റൻഡായിട്ട് ഞാൻ തിങ്കളാഴ്ച ജോയിൻ ചെയ്തു. എൻ്റെ സ്പിരിച്വൽ ഫാദറിൻ്റെ മദറിൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ടാണ് ഞാൻ പോയത്. എൻ്റെ കുടുംബം തകർന്നിരുന്ന അവസ്ഥയിൽ വിധവയുടെ വീട്ടിൽ എലീഷ പ്രവാചകൻ അയച്ചതുപോലെയാണ് ബ്രദറിനെയും സിസ്റ്ററും ഞങ്ങളുടെ ഫാമിലിയിലോട്ട് കടന്നു വന്നത്. തകർന്നു പോകും, വീണു പോകുമെന്ന നിമിഷങ്ങളിൽ ബ്രദർ അനുഭവിച്ചതിൻ്റെ പകുതി പോലും ഞങ്ങൾ അനുഭവിച്ചിട്ടില്ലെങ്കിലും ആ അവസരത്തിൽ വന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥന യേശുപ്പൻ അയച്ചതാണെന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. ഒരു യോഗ്യതയില്ല. പലപ്പോഴും ബ്രദർ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പയും അമ്മയും എത്താത്ത സ്ഥാനങ്ങൾ നിന്നെ എത്തിക്കും, അത്ഭുതമാക്കി തീർക്കും, നിന്ദിക്കപ്പെട്ട പരിഹസിക്കപ്പെടുത്ത് നിന്നെ മാനിക്കുമെന്ന്. ഇപ്പോൾ ഇന്ന് ഞാൻ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണെങ്കിൽ അതിനു പിറകിൽ വലിയൊരു സ്ട്രഗിളിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. ഒരു വാഗ്ദത്തത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടൈമുണ്ട്. അതിൽ വിശ്വസ്തയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കണം. ഈ വാഗ്ദത്തത്തിലോട്ട് അടുക്കുന്ന 3 മാസങ്ങളിൽ ഞാൻ അനുഭവിച്ച വേദനയും കരച്ചിലും, ഞാൻ എപ്പോഴും KSF അടുത്ത് പറയുന്ന വിഷമങ്ങളും, സിസ്റ്റർ ഇത് കിട്ടുന്നതിന് തൊട്ട് മുന്നിലും എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്റെ മുന്നിൽ ഒന്നും കാണുന്നില്ല, പക്ഷെ നീ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കണമെന്നാണ് KSF ബ്ലസ് ചെയ്ത് പറഞ്ഞ. ഈ അഡ്വൈസ് വരുന്ന നിമിഷത്തിന് മുന്നിലും നിനക്കായി ഒരു വാതിൽ തുറക്കുന്നു എന്നാണ് KSF ഇവിടെ പാടുന്ന പാട്ടുകൾ. കഴിഞ്ഞ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നത്. ദൈവം എനിക്ക് തന്ന വാക്കാണ് ഉത്സവം എന്നുള്ള വാക്ക്. ഉത്സവത്തോടു കൂടി ബ്രദർ ഇവിടെ പറഞ്ഞതും ഉത്സവം എന്ന വാക്കാണ് അത് പറഞ്ഞത്. ജീവിതത്തിൽ ഇത്രയധികം ഞാൻ ഇവിടെ നിൽക്കുമെന്നോ, ഈ ഇവിടെ വന്നതിന് ശേഷം ഞാൻ യേശുപ്പയെ പ്രണയിക്കാൻ പഠിച്ചു. ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അത് യേശുപ്പായിട്ടുള്ള റിലേഷൻഷിപ്പാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഈ ലോകത്ത് എത്ര മനുഷ്യരുണ്ടെന്ന് പറഞ്ഞാലും, ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാലും, നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന, നമ്മുടെ നിലവുകളെ അറിയുന്ന ഒരു യേശുപ്പയുണ്ട്. ആരും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഇറങ്ങി വന്ന് കൂളാവ്, ഓക്കെ ആകും, ഇറ്റ്സ് ഓക്കെ. നമ്മൾ വീണ് പോകുമെന്ന് തോന്നും, പക്ഷെ അവിടെ നിന്ന് നമ്മളെ കരം പിടിച്ച് കൊണ്ടുവരുന്ന ഒരു യേശുപ്പയുണ്ട്. ആരും നമ്മളെ സഹായിച്ചില്ലെങ്കിലും നമ്മുടെ വിഷമത്തെ, ഹൃദയത്തെ നമ്മൾ ജെനുവിനായിട്ട് ദൈവസന്നിധിയിൽ കരയുകയാണെങ്കിൽ അതിന് ഉറപ്പായിട്ട് മറുപടിയുണ്ട്. ആരുടെ മുന്നിലും തലകുനിക്കാതെ ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്, അവിടെ എത്തിക്കുക തന്നെ ചെയ്യും. അതിലൊരു മാറ്റവുമില്ല. അതിൽ വിശ്വസ്തയോടെ പ്രതീക്ഷയോടെ അത് മുന്നിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുക. പ്രതികൂലങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, എന്ത് വന്നാലും പക്ഷെ നമ്മൾ വീണ് പോകത്തില്ല. ദൈവം നമ്മെ കരം പിടിച്ചു നിർത്തും, ദൈവം മാനിക്കും, ദൈവം ഉയർത്തും. ഞാൻ അതുപോലെ തന്നെ തിരുവനന്തപുരം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ പലർക്കും ഓഫീസ് അറ്റൻഡായിട്ട് ജോലി KSF കിട്ടിയിട്ട് പോലും മിനിസ്റ്ററിനെ കൊണ്ടുവരെ വിളിച്ചു പറയിപ്പിച്ചു. പക്ഷെ ഒരിടത്ത് വാക്കൻസി ഇല്ലായിരുന്നു. അവർക്ക് ആലപ്പുഴയും പത്തനംതിട്ടയും ഒക്കെയാണ് ജില്ല കിട്ടിയത്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എനിക്കൊരു ഫാമിലി ഉണ്ട്, എൻ്റെ ചർച്ച് ഇവിടെയാണ്, എൻ്റെ ചർച്ച് കളഞ്ഞിട്ടുള്ള ഒരു ലൈഫ് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മുടെ ചർച്ച കളഞ്ഞിട്ടുള്ള ലൈഫ് ഒന്നുമല്ല. നമ്മൾ ഇവിടെ നിൽക്കുന്ന സ്പിരിച്വൽ കവറിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ അത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഏറ്റവും അടുത്ത് ആ സമയത്ത് എനിക്ക് അഡ്വൈസ് വന്ന സമയത്തും ഇവിടെ വാക്കൻസി ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം ആ സമയത്താണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് അഡ്വൈസ് ഒരുക്കിയത്. കരമന ബ്രാഞ്ചിൽ ഞാൻ ഓഫീസ് അറ്റൻഡായിട്ട് ജോലി ചെയ്യുന്നു. ഇന്നലെയാണ് ഞാൻ അറിഞ്ഞത് ആ ലിസ്റ്റ് ഇപ്പോൾ ഒരു കേസിൽ പെട്ട് കിടക്കുകയാണെന്ന്. ആ ലിസ്റ്റിന് ശേഷം ഇപ്പോഴാണ് എൻ്റെ അഡ്വൈസ് വന്നിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് അഡ്വൈസ് അപ്പോയിൻമെൻറ്റ് വരത്തില്ല. ഇന്നലെയാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് കേസിൽ പെട്ട് കിടക്കുകയാണെന്ന്. ദൈവത്തിനൊരു പ്ലാനിങ് ഉണ്ട്, എല്ലാത്തിനും ഒരു പ്ലാനിങ് ഉണ്ട്. നമ്മളെ ഒരുക്കണം. ദൈവത്തിന് ഓരോരോ പൊസിഷനുണ്ട്. ആ പൊസിഷനിൽ ദൈവം നമ്മൾ ഇരുത്തും. ബ്രദർ അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ദൈവം ഇട്ടൊരു പൊസിഷനാണ്, ഏറ്റവും അധികം കരിയർ ഗ്രോത്തും ഏറ്റവും അധികം നന്മകളുമുള്ള ഒരു പൊസിഷനാണ് യേശുപ്പ കൊണ്ടിരുത്തിയിരിക്കുന്നത്. ഉറപ്പായും ഞാനിത് യേശുപ്പ തന്ന പ്ലാനാണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു അപ്പ ജീസസ്, മൈ ക്രൈസ്റ്റ് ആർമി. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. താങ്ക് യു മൈ സ്പിരിച്വൽ ഫാദർ ആൻഡ് മദർ ആൻഡ് മൈ ജീസസ്. ഐ ലവ് യു ജീസസ്. ലോട്ട് ഓഫ് ഹഗ്. താങ്ക് യു ജീസസ്. ഈ സിസ്റ്ററിൻ്റെ സാക്ഷ്യം പറഞ്ഞപ്പോൾ മറ്റൊരു സാക്ഷ്യം കൂടെ ഉളവായി. ഞാൻ ഏപ്രിലിൽ സിസ്റ്ററിന് ജോലി കിട്ടിയ സമയത്ത് ന്യൂ ഇയർ സർവീസിന് സിസ്റ്ററിനെ ദൂത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് പ്രൈവറ്റ് ആക്കിയിട്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ അകത്ത് ആ വീഡിയോ എടുത്ത് കേട്ട സമയത്ത് മാസം എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് 4-ാം മാസം മാറത്തില്ല, അതിനകത്ത് ഒരു മാറ്റവും 4-ാം മാസം കഴിയത്തില്ല, നിന്നെ അതിൻ്റെ അകത്ത് കയറ്റിയിരിക്കും. ഞാൻ വൈകുന്നേരം ഓൺലൈൻ സർവീസിൽ സിസ്റ്ററിന് ജോലി കിട്ടിയ സന്തോഷത്തിൽ പേരൊന്നും പറഞ്ഞില്ല. ഞാൻ ഈ ടെസ്റ്റ് മണി ഷെയർ ചെയ്തു. ഒരു സിസ്റ്റർ വർഷങ്ങളായിട്ട് ഗവൺമെൻറ് സർവീസിൽ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
ന്യൂ ഇയർ സർവീസിൽ ഈ പ്രാവശ്യം മാറത്തില്ല, ഈ പ്രാവശ്യം 4-ാം മാസത്തിന് മുമ്പേ നിന്നെ മാനിച്ചിരിക്കും. എന്നിട്ട് ഞാനിത് പറയുകയും സ്ക്രീനിൽ ഒരു പേര്, 7 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തൊരു സിസ്റ്റർ, ദീപ്തി എന്നാണ് അവരുടെ പേര്. അവരെന്നെ സിസ്റ്റർ ഓരോ പ്രാവശ്യം കിട്ടാതെ വരുമ്പോൾ എന്നെ വിളിച്ചിങ്ങനെ കരയുന്നത് പോലെ അവരെന്നെ കരയും. ഓരോ പ്രാവശ്യം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ കാത്തിരുന്നിട്ട് ലഭിക്കാതിരിക്കുമ്പോൾ എന്നെ ഫോൺ ചെയ്ത് കരയും. അപ്പോൾ ആ പ്രാവശ്യം ഞാൻ ഈ ടെസ്റ്റ് മണി പറഞ്ഞിട്ട് ആ പേരിന് നോക്കി പ്രവചിച്ചു, ഈ പ്രാവശ്യം മാറത്തില്ല, നിങ്ങൾക്ക് വേണ്ടി ദൈവം തലമുറ തരും. ഇവർ വേഗത്തിൽ അതിനെ പോസ്റ്റ് ചെയ്തതിന് ശേഷം വേറൊരു ഫോൺ എടുത്ത് ആ വോയിസിനെ റെക്കോർഡ് ചെയ്തു. കറക്റ്റ് 1 മാസത്തിന് മുമ്പേ അവർക്ക് പ്രഗ്നൻ്റ് ആണെന്നും 7 വർഷത്തെ പാരമ്പര്യത്തെ കർത്താവ് മുറിച്ച് ദൈവം തലമുറ കൊടുത്തുന്ന ഒരു ഗുഡ് ന്യൂസ് എനിക്ക് ഒരു വോയിസ് മെസ്സേജായിട്ട് അയച്ചു തന്നു. ഇവിടെ പറയുന്നതിന് മുമ്പേ ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കി. കരമടിച്ച ദൈവത്തിന് മാത്രം കൊടുത്താണ്. ഒത്തിരി ഭാരത്തോടെയാണ് ഈ സിസ്റ്റർ ഇവിടെ വന്നത്. ഓരോ പ്രാവശ്യം കിട്ടാതെ വരുമ്പോൾ ഇങ്ങനെ വിളിച്ച് കരയാറുണ്ട്. അതുപോലെ ഒത്തിരി കളിയാക്കലുകൾ, ഈ പള്ളിയിലെപ്പോഴും എന്തിനാ പോകുന്നത്, പ്രാർത്ഥിച്ചാൽ ജോലി കിട്ടുമോ, ഈ ഓവറായിട്ടുള്ള പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ കർത്താവ് സമയമായപ്പോൾ തെളിയിച്ചു. കർത്താവിന് മഹത്വം.